ഹായ്, അമ്മൂസ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ, പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജ്യൂസ് ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക, വെള്ളം ചേർക്കാം, എന്നിട്ട് നന്നായിട്ട് തന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഇത് ജ്യൂസിൽ വെച്ചിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇതിലേക്ക് അരിപ്പയിലേക്ക് മാറ്റാം, അടിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുതിന ചേർക്കും, മിന്റ് ലീവ്സ് ഉണ്ടല്ലോ അത് ചേർക്കും. അപ്പോൾ എനിക്കിതിവിടെ കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാനത്. അതുകൊണ്ട് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു അധികം ഇടരുത്, ഒരു 2-3 ഇലയുണ്ടല്ലോ മിന്റ് ലീഫിൻ്റെ ഇല, അത് ചേർത്തിട്ട് ഈ ജ്യൂസിലിട്ടിട്ട് അടിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ജ്യൂസിന്, ഒരു വെറൈറ്റി ടേസ്റ്റ് എന്നൊക്കെ പറയില്ല. കൂടുതലാവാൻ പാടില്ല, കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിട്ട് മാറും. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ലെമണേഡ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നല്ലൊരു നമുക്ക് കിട്ടുന്നൊരു ജ്യൂസും കൂടിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വേണ്ടി നമുക്ക് പിന്നെ കാണാം.